വളരെ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് രാജ്യസഭ എം പി ആയിട്ടുള്ള സഞ്ജയ് സിംഗ് നടത്തിയിട്ടുള്ളത്. ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭ എം പി ആയിട്ടുള്ള സഞ്ജയ് സിംഗ് പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ 43 കമ്പനികളുടേത് മാത്രമായിട്ട് 3.5 ലക്ഷം കോടി രൂപയുടെ കടം എഴുതിത്തള്ളി എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുള്ളത്. 43 കമ്പനികളുടെ മാത്രമായിട്ട് 3.5 ലക്ഷം കോടി രൂപയുടെ കടം കേന്ദ്ര സർക്കാർ എഴുതിത്തള്ളിയെന്ന്. അത് വളരെ സുപ്രധാനമായ കണക്കാണ്. 43 കോർപ്പറേറ്റ് കമ്പനി, വെറും 43 കമ്പനികളുടെ കടമാണ് കേന്ദ്ര സർക്കാർ എഴുത്തള്ളിയെന്നാണ് അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. വിലക്കയറ്റത്തിൽ നിന്ന് ആശ്വാസം കിട്ടാൻ വേണ്ടി സാധാരണക്കാർ കഷ്ടപ്പെടുന്ന സമയത്താണ് ഇതുപോലത്തെ ഒരു നീക്കവുമായിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട്. 3 ലക്ഷം കോടി രൂപ ഉണ്ടായിരുന്നെങ്കിൽ രാജ്യത്തെ സാധാരണ ചെറുകിട കച്ചവടക്കാരുടെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ പറ്റുമായിരുന്നു അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. വളരെ ഗുരുതരമായ ആരോപണമാണ് ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ കക്ഷി നേതാവ് കൂടിയായിട്ടുള്ള സഞ്ജയ് സിംഗ് ഇപ്പോൾ ആരോപിച്ചിട്ടുള്ളത്. വളരെ ഗുരുതരമായ ആരോപണം എടുത്തു തന്നെ പറഞ്ഞിരിക്കാം. മാത്രമല്ല, 2023 ഡിസംബറിൽ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ലോക്സഭയിൽ പങ്കുവച്ച കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 2015 മുതൽ 2023 വരെയുള്ള സാമ്പത്തിക വർഷത്തിനിടയിൽ 9 വർഷത്തിനിടയിൽ ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകൾ 10.56 ലക്ഷം കോടി രൂപയുടെ വായ്പ എഴുതി തള്ളിയിട്ടുണ്ട്. അതിൽ 50%-ലേറെയും ഇതുപോലത്തെ വലിയ സ്ഥാപനങ്ങളുടെ, വലിയ വൻകിട വ്യവസായ സ്ഥാപനങ്ങളുടെ വായ്പയാണ് അത് എഴുതിത്തള്ളിയിട്ടുള്ളത്. മാത്രമല്ല, PTI പുറത്തുവിട്ട കണക്കനുസരിച്ച് നോക്കുമ്പോഴത്തേക്ക് ഏകദേശം 14,56,226 കോടി രൂപയുടെ കടം എഴുതിത്തള്ളിയിട്ടുണ്ട്. അതിൽ 7,40,968 കോടി രൂപ വൻകിട വ്യവസായ സ്ഥാപനങ്ങളുടെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 50%-ന് മുകളിലും ഇതുപോലെ എഴുതിത്തള്ളിയിട്ടുള്ള കടങ്ങൾ വൻകിട വ്യവസായ സ്ഥാപനങ്ങളാണ്. ചെറുകിട കർഷകരും ചെറുകിട വ്യവസായികളും ചെറുകിട മറ്റ് സാധാരണ ഈ ഓർഗനൈസ്ഡ് മേഖലയിലല്ലാത്തവർ ഒരുപാട് പേർ കടം മൂലം കഷ്ടപ്പെടുന്ന സമയത്ത് അവരുടെ കടങ്ങൾ എഴുതിത്തള്ളാതെ ഇതുപോലത്തെ വൻകിട വ്യവസായ സ്ഥാപനങ്ങളുടെ കടങ്ങളാണ് എഴുതിത്തള്ളുന്നത്. മാത്രമല്ല, 43 കമ്പനികൾ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏകദേശം ഒരുപാട് കമ്പനികളുടെ 43 സെലക്റ്റീവായിട്ടുള്ള കമ്പനികൾ ചേർന്ന് മാത്രം ഏകദേശം 3.5 ലക്ഷം കോടിയോളം രൂപ ഇന്ത്യയിൽ കടമുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും, പൊതുമേഖലാ സ്ഥാപനങ്ങളുമായിട്ട് പൊതുമേഖലാ ബാങ്കുകളുമായിട്ട് കടമുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അത് ഏറ്റവും ചിന്തിക്കേണ്ട കണക്കാണ്. അവിടെയാണ് 3.5 ലക്ഷം കോടി രൂപ കേന്ദ്രം എഴുതിത്തള്ളിയിട്ടുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളുടെ BJP ഇതര സംസ്ഥാനങ്ങൾക്ക് നികുതി വിഹിതം പോലും നൽകാതിരിക്കുന്ന സമയത്താണ് കേന്ദ്ര സർക്കാർ ഇതുപോലെ വൻകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക് വേണ്ടി കൊട പിടിക്കുന്നതെന്ന് കൂടി ചർച്ചയാവേണ്ട കാര്യമാണ്. അതാണിപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ കക്ഷി നേതാവ് കൂടിയായിട്ടുള്ള സഞ്ജയ് സിംഗ് വെളിപ്പെടുത്തിയിട്ടുള്ള വളരെ ഗുരുതരമായ വെളിപ്പെടുത്തലാണ്. നമുക്ക് എല്ലാവർക്കും എടുത്തു തന്നെ പറഞ്ഞിരിക്കാം. മാത്രമല്ല, GST വിധത്തെക്കുറിച്ചും മറ്റ് വിധത്തെക്കുറിച്ചും ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മാത്രമല്ല ഇതിൻ്റെ ഭാഗമായിട്ട് കോടതി കയറേണ്ടി വന്നിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തെ മിക്കവാറുള്ള എല്ലാ സംസ്ഥാനങ്ങളും. കേരളം കോടതിയിൽ പോയി, പിന്നെ തമിഴ്നാട് കോടതിയിൽ പോയി, ബംഗാൾ കോടതിയിൽ പോയി, കർണാടക കോടതിയിൽ പോയി, കേരളവും കർണാടകവും അവിടെ ഡൽഹിയിൽ സമരം വരെ നടത്തേണ്ടി വന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ രാജ്യത്തെ ചില സംസ്ഥാനങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വൻകിട വ്യവസായ സ്ഥാപനങ്ങളുടെ കടം ഇവിടെ കേന്ദ്ര സർക്കാർ എഴുതിത്തള്ളുന്ന ഈ തുക കൊണ്ട് ഒരുപാട് സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സാധിക്കുമായിരുന്നു. ഇന്നെന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വയനാട്ടിൽ എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു പ്രഖ്യാപനം നടത്താൻ അദ്ദേഹം തിരിച്ചു പോയിട്ടുള്ള ഇതുപോലത്തെ പരിപാടി ചെയ്തില്ലായിരുന്നെങ്കിൽ ഇതുപോലെ പ്രഖ്യാപനം നടത്താതെ തിരിച്ചു പോകേണ്ട ആവശ്യം വരത്തില്ലായിരുന്നു പറയുന്ന ഒരുപാട് പേർ കൂടി ഇപ്പോൾ ഉണ്ട്. എന്തൊക്കെയായാലും വളരെ ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ കക്ഷി നേതാവായിട്ടുള്ള സഞ്ജയ് സിംഗ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. 43 കമ്പനികളുടേത് മാത്രമായിട്ട് 3.5 ലക്ഷം കോടിയോളം രൂപയുടെ കടമാണ് കേന്ദ്ര സർക്കാർ എഴുതിത്തള്ളിയതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. മാത്രമല്ല, PTI പുറത്തോടെ കണക്ക് പ്രകാരം നോക്കുമ്പോഴത്തേക്കും 7.5 ലക്ഷം കോടി രൂപയോളം എഴുതിത്തള്ളിയിട്ടുണ്ട്. അതും സംസ്ഥാനത്തെയും രാജ്യത്തെയും പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങളുടെ മാത്രമായിട്ട് 7.5 ലക്ഷം കോടിയോളം രൂപയുടെ കടം കേന്ദ്ര സർക്കാർ എഴുതിത്തള്ളിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്.